നമസ്കാരം, എല്ലാവർക്കും തുളസി ഹിൽസ് എഡ്യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന 11/8/2023 PSC നടത്തിയ ഒരു എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയുടെ പാർട്ട് 2 ആണ് ഇന്നത്തെ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ വാലിഡ് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? അതിനകത്ത് ഈ ആൻഡ് സിമ്പിൾ ആൻഡ് ഈക്വൽ ടു, എക്സ്ക്ലമേഷൻ ആൻഡ് ഈക്വൽ ടു, then 3 ഈക്വൽ ടു, then 4 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു. പിന്നെ ഏതാണ് കറക്റ്റ്? ജാവാസ്ക്രിപ്റ്റിൽ ഓൾ ഓഫ് ദി എബവ് ആണ്. ഇതെല്ലാം തന്നെ വാലിഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ വാലിഡ് പോപ്പപ്പ് ബോക്സസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്? വാലിഡ് പോപ്പപ്പ് ബോക്സസ് ആണ് 1, 2 ആൻഡ് 4. 1 അലേർട്ട്, then ഇങ്ങനെ ബ്രാക്കറ്റ്സ്, then 2 പ്രോംപ്റ്റ് ഇങ്ങനെ ബ്രാക്കറ്റ്, then 4 കൺഫേം ഇങ്ങനെ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ അത് 3 ശരിയായത് ജാവാസ്ക്രിപ്റ്റിൽ. വിച്ച് ഓഫ് ദ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ ജാവാസ്ക്രിപ്റ്റ് ക്യാൻ? ഇതിലും ഓൾ ഓഫ് ദി എബവ് ആണ്. റിമൂവ് എക്സിസ്റ്റിംഗ് HTML, ആഡ് ന്യൂ HTML എലമെൻറ്റ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, then react to all existing HTML events in the page, then change all CSS styles in the page. അങ്ങനെ 4 ഇതിനകത്തും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ജാവയുടെയൊക്കെ ഇത്ര ഡീപ്പായിട്ട് നമ്മളോട് ചോദിക്കാറില്ല. എന്നാൽ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ കമ്പ്യൂട്ടർ എക്സാമിനും ആവശ്യമുള്ളതാണ്, IT-ന്ന് ചോദിക്കുന്നതാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജാവാസ്ക്രിപ്റ്റ് കീവേഡ്? അപ്പോൾ ദിസ്, ENUM, എക്സ്പോർട്ട് ഇതെല്ലാം കീവേഡ്സ് ആണ്. അപ്പോൾ ബഫർ എന്നുള്ളതാണ് കീവേഡ് അല്ലാത്തത് ജാവാസ്ക്രിപ്റ്റിൽ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ വാലിഡ് അറേ മെത്തേഡ് ഇൻ ജാവ മെത്തേഡ്? ഇത് ഓൾ ഓഫ് ദി എബവ് ആണ്. ജോയിൻ, പുഷ്, പോപ്പ്, ഷിഫ്റ്റ് ഇതെല്ലാം തന്നെ ജാവ മെത്തേഡ്, ജാവാസ്ക്രിപ്റ്റ് മെത്തേഡിൽ ഉള്ള വാലിഡ് അറേസ് ആണ്. Then question number 56. Which error indicate that the value is outside the range of expected type? ഇതാണ് ടൈപ്പ് എറർ ആണ്. 57. Which is the correct syntax for referring to an external script called abc.js എന്നുള്ളത്? അത് ഓപ്ഷൻ ബി ആണ്. സ്ക്രിപ്റ്റ് src ഈക്വൽ ടു abc.js എന്നുള്ള ഒരു സിന്താക്സ് ആണ്. When we execute the following JavaScript code segment, what will be the output? ഏതായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത്? 58. ഞാൻ ക്വസ്റ്റ്യൻ 59. Which of the following methods can be used to display data in some form using JavaScript? ഇതിലും all of the above ആണ്. console.log, then document.write brackets, window.alert bracket ഇങ്ങനെയുള്ള 3 കൊടുത്തിരിക്കുന്ന ഓൾ ഓഫ് ദി എബവ് ആണ്. Then in JavaScript, which method removes the last element from an array? ഈ ക്വസ്റ്റ്യൻ ആൻസർ 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇൻ JavaScript, which method removes the last element from an array? ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് സി ആണ്, പോപ്പ് എന്നുള്ളതാണ്. 61ാമത്തെ. In MS Word, which technique is used to select the whole paragraph? whole paragraph സെലക്ട് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് വിതിൻ ദ പാരഗ്രാഫ്. പാരഗ്രാഫിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വിതിൻ ദ പാരഗ്രാഫിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ പാരഗ്രാഫ് ക്യാൻ ബി സെലക്ട്. Then which is the shortcut key to insert a hyperlink? hyperlink Ctrl+K ആണ്. Then which of the following are valid minimum and maximum sum sizes in MS Word? minimum, maximum 10, 100, 20, 200, 10, 500, 2500. അതാണ് ഇതിനകത്ത് ഏത് കറക്റ്റ്? മിനിമം 10ഉം മാക്സിമം 500ഉം ആണ്. Which of the following is not true regarding conditional formatting? നോട്ട് ട്രൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ്. യു ക്യാൻ സെറ്റ് കണ്ടീഷൻ ടു ലുക്ക് ഫോർ ബോൾഡ് ആൻഡ് അപ്ലൈ ഇറ്റാലിക്സ് ഓൺ ദം. അതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. യു ക്യാൻ ആഡ് മോർ ദാൻ വൺ കണ്ടീഷൻ ടു ചെക്ക്
ശരിയാണ്. യു ക്യാൻ അപ്ലൈ ഫോണ്ട്, ബോർഡർ ആൻഡ് പാറ്റേൺ ഫോർമാറ്റ്സ് ദാറ്റ് മീറ്റ് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ. അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ യു ക്യാൻ ഡിലീറ്റ് എനി കണ്ടീഷൻ ഫ്രം കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡയലോഗ് ബോക്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. അതിൽ നിന്ന് ആ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഡയലോഗ് ബോക്സിൽ നിന്ന് വേണ്ടാത്ത നമുക്ക് എന്തെങ്കിലും കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് അതും പറ്റുന്നതാണ്. പിന്നെ അത് തെറ്റായിട്ട് വരുന്നത് യു ക്യാൻ സെറ്റ് കണ്ടീഷൻ ടു ലുക്ക് ഫോർ ബോൾഡ് ആൻഡ് അപ്ലൈ ഇറ്റാലിക്സ് ഓൺ ദം. ബോൾഡ് സെർച്ച് ചെയ്തിട്ട് അതിന് ഇറ്റാലിക്സ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തത്. പിന്നെ 65ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡയലോഗ് ബോക്സ് അലൗസ് യു ടു ചേഞ്ച് എ ഫീൽഡ് നെയിം ഇൻ എ പിവോട്ട് ടേബിൾ? വിച്ച് ഡയലോഗ് ബോക്സ് അലൗസ് യു ടു ചേഞ്ച് എ ഫീൽഡ് നെയിം ഇൻ എ പിവോട്ട് ടേബിൾ? പിവോട്ട് ടേബിളിൽ ഫീൽഡ് നെയിം ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയലോഗ് ബോക്സ് ഏതാണ്? ഫീൽഡ് സെറ്റിങ്സ്. ഫീൽഡ് നെയിം അല്ലേ കൊടുക്കണ്ടേ? അപ്പോൾ ഫീൽഡ് സെറ്റിങ്സ് ആണ് പിവോട്ട് ടേബിളിൽ ഫീൽഡ് നെയിം ചേഞ്ച് ചെയ്യാനുള്ളത് കേട്ടോ. ഫീൽഡ് സെറ്റിങ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻവാലിഡ് റിഗാർഡിംഗ് ദ പ്രൊട്ടക്ഷൻ ഇൻ എക്സൽ? വിച്ച് ഓഫ് ദി following is invalid regarding the protection in Excel? Protect worksheet, protect workbook, protect workspace. ഏതാണ് ഇല്ലാത്തത് പ്രൊട്ടക്റ്റ് വർക്ക് സ്പേസ് ആണ്. വർക്ക് സ്പേസ് എന്നുള്ളൊരു ഓപ്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എക്സലിൽ ഇല്ല. വർക്ക് ഷീറ്റോ വർക്ക് ബുക്കോ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം, ലോക്കൊക്കെ ചെയ്ത് വയ്ക്കാം. 67ാമത്തെ, ഇൻ വിച്ച് റിബൺ ടാബ് ഡസ് ദ മാക്രോ ഗ്രൂപ്പ് അപ്പിയേഴ്സ്? മാക്രോ ഏത് ഗ്രൂപ്പിലാണ്? വ്യൂവിലാണ്. ദ ഡിഫോൾട്ട് വ്യൂ ഓഫ് ആൻ എക്സൽ വർക്ക്ഷീറ്റ് ഈസ്? ഡിഫോൾട്ട് വ്യൂ ഓഫ് ആൻ എക്സൽ വർക്ക്ഷീറ്റ് ഈസ് നോർമൽ വ്യൂ. വിച്ച് ബട്ടൺ ഈസ് യൂസ്ഡ് ടു ആഡ് ഇൻസ്റ്റൻറ്റ് അനിമേഷൻ ടു ദ പ്രസൻറ്റേഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ്ററാക്റ്റീവ് പ്രസൻറ്റേഷൻ? ഏതാണ്? ആക്ഷൻ ബട്ടനാണ് കേട്ടോ. വിച്ച് ബട്ടൺ ഈസ് യൂസ്ഡ് ടു ആഡ് ഇൻസ്റ്റൻറ്റ് അനിമേഷൻ ടു ദി പ്രസൻറ്റേഷൻ ആൻഡ് ഹെൽപ്സ് ഇൻ്ററാക്റ്റീവ് പ്രസൻറ്റേഷൻ? ഇൻസ്റ്റൻറ്റ് അനിമേഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ആക്ഷൻ ബട്ടൺ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എൻട്രൻസ് ആനിമേഷൻ എഫക്റ്റ്? ഡിസോൾവ് ഔട്ട്. അപ്പോൾ ഫ്ലാഷ് വൺസ്, സ്പിന്നർ, ബൗൺസ് ഇതെല്ലാം തന്നെ എന്താണ്? എൻട്രൻസ് ആനിമേഷൻ എഫക്റ്റ് ആണ്. ഡിസോൾവ് ഔട്ട് എന്ന് പറയുന്നത് ഒരു ആനിമേഷൻ എൻട്രൻസ് ആനിമേഷൻ എഫക്റ്റ് അല്ല. എ CSS property that specifies an element's transparency is? A CSS property that specifies an element's transparency is opacity. Okay. 72ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദിസ് ബ്രൗസേഴ്സ് സപ്പോർട്ട് സർവർ സൈഡ് ഈവൻറ്റ്സ്? സർവർ സൈഡ് ഈവൻറ്റ്സ് ആണ് ഇത്. 3 ഉണ്ട്. വിച്ച് ഓഫ് ദിസ് ബ്രൗസേഴ്സ് സപ്പോർട്ട്സ് സർവർ സൈഡ് ഈവൻറ്റ്സ്? മോസില്ല, ഫയർഫോക്സ്, ഒപ്പേറ, ഗൂഗിൾ ക്രോം. ഓൾ ഓഫ് ദീസ് ആണ്. ഇതെല്ലാം തന്നെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ആട്രിബ്യൂട്ട് സ്പെസിഫൈസ് ദാറ്റ് ദി ഓഡിയോ ഫയൽ വിൽ സ്റ്റാർട്ട് ഓവർ അഗെയിൻ every time when it is completed? Which attribute specifies that the audio file will start over again every time when it is completed? കംപ്ലീറ്റ് ആയതിനു ശേഷം അത് ഓട്ടോമാറ്റിക്കലി അത് റീസ്റ്റാർട്ട് ആവുന്നതിന് എന്ത് പറയുന്നത്? ലൂപ്പ്. ഓക്കെ, ലൂപ്പ് എന്നാണ് പറയുന്നത്. വിച്ച് ലോഗ് ഫയൽ ഡസ് അപ്പാച്ചെ HTTP സെർവർ മെയിൻറ്റെയിൻ? അപ്പാച്ചെ HTTP സെർവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ലോഗ് ഫയൽ ബോത്ത് A ആൻഡ് C. ഇതാണ് apache/logs/access.log, then apache/logs.error.log. ഇത് രണ്ടുമാണ് അതിൻ്റെ HTTP സെർവർ മെയിൻറ്റെയിൻ ചെയ്ത ലോഗ് ഫയൽസ്. ഓക്കെ. 75ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് HTML element is used to define a multi-line input field? multi-line input field കൊടുക്കാൻ ഉപയോഗിക്കുന്ന HTML എലമെന്റ് ഇതാണ്. ഓപ്ഷൻ D ആണ്. TXTAREA. ഓക്കെ, ഈ ഇതാണ് മൾട്ടിപ്പിൾ ലൈൻ ഇൻപുട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന HTML എലമെന്റ്. ലിങ്ക് URL in HTML is specified using dash attribute. ലിങ്ക് URL in HTML URL ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന യൂസ് ചെയ്യുന്ന അട്രിബ്യൂട്ട് ഏതാണ്? HREF എന്നുള്ള അട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്.
Which of the following are automatically loaded and operates as a part of browser? ഇതാണ് plugins. Which of the following are automatically loaded and operates as a part of browser? ഇതാണ് plugins ആണ് കേട്ടോ. The attribute which is used to set the white space between the cell edge and the cell content is എന്താണ് cell padding. എന്താണ് പറയുന്നത് cell padding എന്ന് വെച്ചാൽ എന്താണ് the attribute which is used to set the white space between the cell edge and the cell content. cell contentഉം cell edgeഉം തമ്മിലുള്ള ആ ഒരു white spaceനെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന attribute ആണ് cell padding. Then what is the use of iframe in HTML? iframe ഉപയോഗിക്കുന്നത് എന്തിനാണ്? To display a web page within a web page. അപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കാം, ടു ഡിസ്പ്ലേ വെബ് പേജ് വിതിൻ എ വെബ് പേജ് എന്ന് ഉപയോഗിക്കുന്ന HTML iframe എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ടു ഡിസ്പ്ലേ എ വെബ് പേജ് വിതിൻ എ വെബ് പേജ് ആണ് iframe. വാട്ട് ഈസ് ദ യൂസ് ഓഫ് iframe ഇൻ HTML? അപ്പം ഇങ്ങനെ തിരിച്ചിട്ടായാലും നമുക്ക് iframe ഉത്തരം ഇതാവുന്ന രീതിയിൽ ചോദിക്കാം. HTML ഇതിൽ ഉപയോഗിക്കുന്നത് ടു ഡിസ്പ്ലേ എ വെബ് പേജ് വിതിൻ എ വെബ് പേജ് ഇൻ HTML ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? iframe എന്നുള്ളത് എഴുതാം. Then 80th question, if the background image of a web page is smaller than the screen, what will happen? എന്താണ്? It will be repeated. Okay. If the background image of a web page is smaller than the screen, what will happen? It will be repeated. Then 81, which of this is not included as a type of cloud computing? നോട്ട് ഇൻക്ലൂഡഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. പബ്ലിക് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഡിജിറ്റൽ ക്ലൗഡ്. ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? ഡിജിറ്റൽ ക്ലൗഡാണ് കേട്ടോ. ഡിജിറ്റൽ ക്ലൗഡാണ് ഇല്ലാത്തത്. 82, വെൻ 2 persons claim for the same domain name, it is known as cyber squatting. When 2 persons claim for the same domain name, it is known as cyber squatting. Examples for IaaS provider. IaaS provider ഏതാണ്? ഡിജിറ്റൽ ഓഷ്യൻ ആണ്. IaaS provider ഡിജിറ്റൽ ഓഷ്യൻ. 84, പില്ലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ അഷുറൻസ് ആർ എന്താണ്? പില്ലേഴ്സ് ഓഫ് ഇൻഫർമേഷൻ അഷുറൻസ് 1, 2, 3 and 4 എല്ലാം തന്നെ ഉണ്ട്. 1, 2, 3, 4. ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഒതൻറ്റിഫിക്കേഷൻ ആൻഡ് അവൈലബിലിറ്റി. ഇതെല്ലാം തന്നെ പില്ലർ ഓഫ് ഇൻഫർമേഷൻ അഷ്വറൻസ്. പില്ലർ ഓഫ് ഇൻഫർമേഷൻ അഷ്വറൻസിൽ വരുന്ന 4 കാര്യങ്ങളാണ് ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഒതൻറ്റിഫിക്കേഷൻ ആൻഡ് അവൈലബിലിറ്റി. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് 1, 2 and 3. 1, കോസ്റ്റ് സേവിങ്. 2, സ്കേലബിലിറ്റി. 3, മൊബിലിറ്റി. 4, ഡൗൺ ടൈം. അത് മാത്രമാണ് ഇതിനകത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് ഇല്ലാത്തത്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് കോസ്റ്റ് സേവിങ്, സ്കേലബിലിറ്റി, മൊബിലിറ്റി. അങ്ങനെ 3 പോയിന്റ് പഠിച്ചു വയ്ക്കുക. വിച്ച് ഈസ് എ മെത്തേഡ് ഓഫ് ഡിഫീറ്റിംഗ് എ ക്രിപ്റ്റോഗ്രാഫിക് സ്കീം ബൈ ട്രൈയിങ് എ ലാർജ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ്? ഇതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് ഡിഫീറ്റിംഗ് എ ക്രിപ്റ്റോഗ്രാഫിക് സ്കീം ബൈ ട്രൈയിങ് എ ലാർജ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ആണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ഓക്കെ. 87, സീക്രട്ട് റെസിപ്പിയൻസ് അഡ്രസ് ഗിവൺ ഇൻ. ഏതാണ്? നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ വരുന്ന ഇതാണ് മെയിൽ എന്നുള്ള ഏരിയ എന്ന് വന്നിരിക്കുന്നതാണ്. നമുക്ക് സാധാരണ കോപ്പി നമ്മൾ വെക്കാറുണ്ട്. അത് കാണാതെ സീക്രട്ടായിട്ട് ആ ഒരു ലെറ്ററോ ആ ഒരു മെയിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്നതാണ് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ആ ഫീൽഡിലാണ് നമ്മൾ സീക്രട്ട് റെസിപ്പിയൻസിനെ വെക്കുന്നത്. ഓക്കെ, ബ്ലൈൻഡ് കാർബൺ കോപ്പി. If a person looked a railway ticket through IRCTC but he couldn't get the reservation in the time of chart preparation of the concerned train, then IRCTC refund the amount to his bank account and it is known as
ചാർജ് ബാക്ക്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്ത ചാർജ് അവർ റിട്ടേൺ ചെയ്തു, അത്രയേ ഉള്ളൂ. വിച്ച് പ്രൊവൈഡ് ദ IP അഡ്രസ് കറസ്പോണ്ടിങ് ടു ദി URL. ഏതാണ്? വിച്ച് പ്രൊവൈഡ് ദ IP അഡ്രസ് കറസ്പോണ്ടിങ് ടു ദ URL is ഏതാണ്? ഡൊമൈൻ നെയിം സെർവർ. ഓക്കെ, ഡൊമൈൻ നെയിം സെർവർ. ദെൻ കാറ്റഗറീസ് ഓഫ് ഇ-കൊമേഴ്സ്. ഏതാണ് പിന്നെ? ബിസിനസ് ടു ബിസിനസ് ഉണ്ട്, 2, 3, 4 എല്ലാം തന്നെ ഉണ്ട്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇ-കൊമേഴ്സ് പഠിച്ചു വയ്ക്കേട്ടാ. ബിസിനസ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമർ, ഗവൺമെൻറ് ടു സിറ്റിസൺ, എല്ലാം തന്നെ ഇ-കൊമേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ 91ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹെൽപ്സ് ടു ഡിഫൈൻ കോമൺ സിൻടാക്സ് ഇൻ സെമാൻറ്റിക് വെബ്. സെമാറ്റിക് വെബിൽ ടു ഡിഫൈൻ കോമൺ സിൻടാക്സ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതാണ് XML. അതായത് ഹെൽപ്സ് ടു ഡിഫൈൻ കോമൺ സിൻടാക്സ് ഇൻ സെമാൻറ്റിക് വെബ്, XML. ദെൻ സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഇൻക്ലൂഡ് 2 and 3. 2 ഏതാണ്? സൈബർ വെൽഫെയർ, 3 സൈബർ ടെററിസം. സൈബർ ക്രൈംസ് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഇൻക്ലൂഡ് സൈബർ വെൽഫെയർ, സൈബർ ടെററിസം. 2 and 3 ആണ് കറക്റ്റ്. സൈബർ വാണ്ടലിസവും സൈബർ ട്രാഫിക്കിങ്ങും ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഇതിനകത്ത് വരുന്നതല്ലാതെ. 93ാമത്തെ, വിച്ച് വൺ ഈസ് ദ ഇൻ്റർമീഡിയറി റെസ്പോൺസിബിൾ ഫോർ പ്രോസസ്സിംഗ് ദി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം പേയി ടു റെസിപ്പിയൻറ്റ് ഇൻ ആൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. പേയ്മെൻറ്റ് ഗേറ്റ്വേ ഈസ് ദ ഇൻ്റർമീഡിയറി റെസ്പോൺസിബിൾ ഫോർ പ്രോസസ്സിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം പേയി ടു ദ റെസിപ്പിയൻറ്റ് ഇൻ ആൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻ. അതാണ് എന്ത്? പേയ്മെൻറ്റ് ഗേറ്റ്വേ. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇ-കൊമേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാറുണ്ടല്ലോ, അതേത്? പേയ്മെൻറ്റ് ഗേറ്റ്വേ വഴിയാണ്. 94ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഫാദർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫാദർ ആരാണ്? JCR ലിക്ലൈഡർ. ഓക്കെ, JCR ലിക്ലൈഡർ ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫാദർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, JCR ലിക്ലൈഡർ. ദെൻ അൺസോളിസിറ്റേറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻ ബൾക്ക്, അതിനാണ് എന്ത് പറയുന്നത്? സ്പാം എന്ന് പറയുന്നത്. അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻ ബൾക്കാണ് സ്പാം. 96, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ക്ലൗഡ് സെർവർ. ക്ലൗഡ് സെർവറിൽ പെടാത്തത് ഏതാണ്? പബ്ലിക് ക്ലൗഡ് സെർവേഴ്സ്, ഡെഡിക്കേറ്റഡ് ക്ലൗഡ് സെർവേഴ്സ്, പ്രൈവറ്റ് ക്ലൗഡ് സെർവേഴ്സ് ഉണ്ട്. മെർജ്ഡ് ക്ലൗഡ് സെർവേഴ്സ് ഇതിനകത്ത് വരാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഉണ്ട്. മെർജ്ഡ് ക്ലൗഡ് സെർവേഴ്സ് ഇതിനകത്ത് വരുന്നതല്ല. ദെൻ 97ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റാക്കിംഗ് ദ വിക്ടിം through fake URL resembling that of a valid financial institution is called എന്താണ്? ഫിഷിംഗ്. ഫേക്ക് URL ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ് എന്താ പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്സ് CVV സ്റ്റാൻഡ്സ് ഫോർ. എല്ലാ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാക്കിൽ ഒരു CVV എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടായിരിക്കും. അതിനെ എന്ത് പറയുന്നത്? കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ ആണ് CVV, കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ. 99ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് പ്രിവെൻറ്റീവ് കൺട്രോൾസ്. എത്രയാണ്? ഹൗ മെനി ടൈപ്സ് ഓഫ് പ്രിവെൻറ്റീവ് കൺട്രോൾസ് ആണ്? 3. Then last question, the following are different types of cloud computing services except ഏതാണ്? ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ പെടുന്നത് ഏതൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് ഹാർഡ്വെയർ ആസ് എ സർവീസ് ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് തന്നെ ഇത് ഇല്ലാത്തത് ഹാർഡ്വെയർ ആസ് എ സർവീസാണ്. ഇതാണ് 100 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത എക്സാമുകൾക്കൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം, നോക്കിയിട്ട് പോകണം. പ്രീവിയസ് PSC ഒരു തവണ ചോദിച്ചത് റിപ്പീറ്റ് ചെയ്താണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത എക്സാമുകളും LDC ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തന്നെ കളയാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.